മനുഷ്യനെ കാണേണ്ട വാട്ടിൽ നമ്മൾ കാണുന്നത് എന്താണ്? മരങ്ങൾ. അപ്പം കർത്താവ് യവനെ പിടിച്ച് രണ്ടാമത് ഒന്ന് പൂശി വിട്ട് എന്നിട്ടൊരു വാക്ക് പറഞ്ഞു കർത്താവ് 25:25 സൂക്ഷിച്ച് നോക്കടാന്ന് പറഞ്ഞു. അപ്പം നേരത്തെ നോക്കാനാണ് പറഞ്ഞത്. ആ ചേര പൂശിയിട്ട് പറഞ്ഞ് നോക്കാൻ പറഞ്ഞു. ഇപ്പം രണ്ട് പരിപാടിയാണ് അവിടെ നടക്കേണ്ടത്, മിഷനിൽ വരേണ്ടത്. ആദ്യം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയപ്പോൾ അവൻ മനുഷ്യരെ കണ്ടു, പക്ഷെ മരങ്ങളെപ്പോലെ ഇരിക്കണ്. അപ്പം കർത്താവ് രണ്ടാമത് കൈതൊട്ട് ഇത് പറഞ്ഞ് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞ്. അപ്പോൾ അവൻ സൂക്ഷിച്ചു. അപ്പം രണ്ട് നോട്ടമാണ്. സഭ ഇപ്പം ആദ്യ നോട്ടത്തിലാണ്. എല്ലാം മരങ്ങൾ, എല്ലാം പരിസ്ഥിതി ഇല്ലാത്തതുകൊണ്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഭൂമി നിലനിൽക്കും, ഭൂമി നിലനിന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ മനുഷ്യരാശി നിലനിൽക്കും, ആദ്യ നോട്ടമാണ്. ഇനി കർത്താവ് രണ്ടാമത് തൊടുകയാണെങ്കിൽ അപ്പം വിവരം അറിയും. അപ്പം പറയും, ഓ ഇപ്പം ശരിയായി. ഇപ്പം എന്താ? ഇപ്പം ഞാൻ മനുഷ്യനായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പം ഈശോ പറയും, ഇനിയും കുറച്ചുകൂടി വരാറുണ്ട്, തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറയും. തൽക്കാലം അഭ്യാസം കൊണ്ട് പുറത്തോട്ട് ഇറങ്ങണ്ട. ആ വചനം കൊണ്ട് നമ്മൾ വായിച്ചാലേക്ക് ഒരു 8:20 പറയും, നീ വീട്ടിൽ പോയി ഇരുന്നാൽ മതി എന്ന് പറയും. വില്ലേജിലേക്ക്, ഗ്രാമങ്ങളിലെ ജനക്കൂട്ടത്തിലോട്ട് ഇറങ്ങണ്ടെന്ന് പറയും. പക്ഷേ നീ ദെക്കാപ്പോസിൽ പോയി കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയാൻ പറയുന്ന ഭാഗങ്ങളുണ്ട്. അത്ഭുതം അടയാളം കഴിഞ്ഞു കഴിഞ്ഞാൽ, കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞാൽ ജനക്കൂട്ടത്തിലേക്കാണ് പോകേണ്ടത്. ഇവനോട് പറയാൻ പോകേണ്ടത്, യുവാനോടെ മിഷണറി. നീ ഇപ്പം കാഴ്ച കണ്ടത് ശരിയാണ്, പക്ഷേ ഈ കാഴ്ചയല്ല കാണേണ്ടത്. മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തോന്നണം, യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരുന്ന വ്യക്തിയാണിതെന്ന് തോന്നണം. വരെ ഈ കാഴ്ച തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് വിഷയം വരുന്നത്. ഒരു മനുഷ്യനെ കണ്ടാൽ മരങ്ങളാണെന്ന് തോന്നും ആദ്യ കാഴ്ചയിൽ, രണ്ടാമത്തെ കാഴ്ചയിൽ മനുഷ്യനാണെന്ന് തോന്നും. പക്ഷേ എന്താണ് കാഴ്ച? മൂന്നാമത്തെ കാഴ്ച, ഒരു മനുഷ്യനെ കണ്ടാൽ തോന്നണം അവൻ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെടേണ്ടവനാണ്, അവന് വേണ്ടി കൂടിയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതെന്ന് തോന്നിയാൽ യു ആർ എ മിഷണറി. അപ്പം മാത്രമേ ഇതിന് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു കാലത്തോടെ കർത്താവ് പറയും, നീ വീട്ടിൽ പോയാൽ മതി, ആൾക്കാരുടെ കൂടെ അധികം ഇടപെടലുകളൊന്നും വേണ്ട, വീട്ടിൽ പോയിരിക്കുക എന്ന് പറയും. നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് പോയിരിക്കാൻ പറയും. ആ സുവിശേഷം അവസാനിക്കാൻ അങ്ങനെയാണ്. 8:27 എൻ്റെ മക്കളെ, മിഷനെ കുറിച്ച് ഒരു വ്യക്തിയെ കണ്ടാൽ അവൻ യേശു ക്രിസ്തുവിനെ അറിയണം, അറിഞ്ഞവൻ ആഴപ്പെടണം എന്നൊരു ബോധ്യം നിനക്ക് ഉണ്ടായാൽ വി ഹാവ് നോ പ്രോബ്ലം. എന്താണ്? പിതാവിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്താൽ പിന്നെ എന്ത് പറ്റും? ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള സുവിശേഷമാണ്. നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ വേവൃതനാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ദൈവം വേവൃതനാകും. അപ്പം എപ്പോഴും നമ്മുടെ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഒരു മിനിമം ഉദ്ദേശം എന്താ? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടുത്തണമല്ലേ? അതിൻ്റെ സിമ്പിൾ പ്രയോഗം എന്താ? ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടപെടുക. എന്നും ഉള്ളൊരു പ്രശ്നം അതാണ്. ഈശോ ഈ പീഡാനുഭവ പ്രവചനം, മിഷൻ ഉൾക്കൊള്ളുന്ന പീഡാനുഭവ പ്രവചനമില്ലേ, നമ്മൾ 16:21 വായിച്ചത്, അത് 21-24 പറയുമ്പോൾ, അതായത് ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, മിഷനെക്കുറിച്ച് പറയുമ്പോൾ, മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ പറയുമ്പോഴേ പത്രോസ് ബ്ലോക്ക് ചെയ്യുന്നത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയും. അപ്പം മിഷനെ ബ്ലോക്ക് ചെയ്യണമാണ്. മിഷനെ ബ്ലോക്ക് ചെയ്യാൻ ആദ്യത്തെ മാർപ്പാപ്പയെ തന്നെ പിശാച് തന്ത്രപൂർവ്വം അനുഭവിച്ചിരിക്കുന്ന ഒരു രംഗമാണത്. അപ്പോൾ കർത്താവ് പറയും, നീ പിന്നെ വന്നല്ലേ എന്നെ ദൈവിക കാര്യങ്ങളും മാനുഷിക കാര്യങ്ങളും അട്ടിമറിക്കാൻ വേണ്ടി. പണ്ട് മരുഭൂമി വെച്ച് പറഞ്ഞതാണ്, ദൈവിക കാര്യങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് മാനുഷിക കാര്യം പറഞ്ഞു കൊടുത്തത്. അപ്പമാകാൻ പറയും, വിശക്കണ എന്തിനാ, മര്യാദക്ക് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറയും. അതാണ് മാനുഷിക കാര്യം. അവൻ പിന്നെയും വരും. അവൻ പിന്നെയും വന്നത് കണ്ട് കർത്താവിന് മനസ്സിലായി പത്രോസിലൂടെ പാഷൻ മിഷൻ അട്ടിമറിക്കുകയാണ്. അപ്പോൾ കർത്താവ് ചോദിച്ച്, നീ പിന്നെയും വന്നല്ലേ, നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കണത്, ദൈവിക കാര്യങ്ങളല്ല എന്ന് പറയും. കണ്ട, സെയിം തിങ് ഈസ് റിപ്പീറ്റിംഗ്. ഇപ്പം നമ്മൾ പറയുന്ന പിതാവിൻ്റെ കാര്യങ്ങളാണ് ദൈവിക കാര്യങ്ങൾ. സുവിശേഷം 2 കാര്യങ്ങളാണ് നിൽക്കുന്നത്, ഒന്ന് മാനുഷിക കാര്യങ്ങളും ഒന്ന് ദൈവിക കാര്യങ്ങളും. ഇപ്പം ഈ മിഷനെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതും ആത്മരക്ഷ അപകടപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്താണ്? ഈ ദൈവിക കാര്യങ്ങളെക്കാൾ റീസണബിളായിട്ട് മാനുഷിക കാര്യങ്ങൾ മധുരോധരമായിട്ട് അവതരിപ്പിക്കും. അതാരായിരിക്കും അവതരിപ്പിക്കുന്നത്? സാത്താനായിരിക്കും. സാത്താൻ ഗോ ബാക്ക് എന്ന് ഈശോ പറയും, നീ എൻ്റെ പുറകിൽ പോകാൻ പറയും, മുമ്പിൽ നിന്ന് മാറാമെന്ന് പറയും.
സഭയിൽ നിന്ന് പല കാര്യങ്ങളോടും പ്രസ്ഥാനങ്ങളോടും ചിന്താഗതികളോടും എൻ്റെ മുമ്പിൽ മാറാൻ പറയാനുള്ള ദാർഢ്യം നഷ്ടപ്പെട്ട പോലെ തോന്നിപ്പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ഈ ഒന്നാം പീഡാനുഭവ പ്രവചനങ്ങളിലെ കർത്താവ് വേർതിരിക്കത്തില്ലേ മാനുഷിക കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും. ഇപ്പോൾ ദൈവിക കാര്യങ്ങൾ, പിതാവിൻ്റെ കാര്യങ്ങൾ ആത്മരക്ഷാ വിഷയങ്ങളാണ്. ആത്മരക്ഷാ വിഷയങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പീഡാനുഭവമുണ്ട്, കുരിശ് മരണമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതിൻ്റെ എല്ലാം ആത്മരക്ഷാ ഘടകങ്ങളാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് കർത്താവിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാനുഷിക കാര്യങ്ങളെ സാത്താൻ പറയും. അപ്പോൾ സാത്താൻ ഈശോ കറ്റി വെച്ചും 10 ദിവസം കൊണ്ട് പറയും, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. ഇപ്പം നമ്മൾ താഴേക്ക് വരുമ്പോൾ 16, 24 വചനങ്ങൾ വരുമ്പോൾ മത്തായി 16, 24, അതായത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഞാൻ എന്താ ഇങ്ങനെ ഈ വചനത്തിൽ ഇങ്ങനെ പറന്നിരിക്കണം എന്താണെന്നറിയാമോ? ഈ പാഷൻ പെഡിഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന വചനങ്ങൾ, ഈ വചനത്തിൽ നിന്നാണ് ഫ്രാൻസിസ് അസീസി ഉണ്ടായത്. അടുത്ത വചനമുണ്ട്, അടുത്ത വചനത്തിൽ നിന്നാണ് ഫ്രാൻസിസ് സേവർ ഉണ്ടായത്. ദിസ് ഇസ് മിഷൻ. ആദ്യം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലല്ലോ, ഇപ്പം മനസ്സിലായില്ലേ? അതായത് ഈ പീഡാനുഭവ പ്രവചനങ്ങൾക്ക് മാനുഷിക കാര്യങ്ങൾ ആണ് നീ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഈശോ 2 ദൈവിക കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയണത്? ഇതാണ് മിഷൻ. അതായത് ഒന്ന് ഇതാണ്, 16, 24 യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതാണ് ഒരു ദൈവിക കാര്യം. ഇത് ദൈവിക കാര്യമാണെന്ന് ഇത് 10,000 മനുഷ്യർ ഈ വചനം വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു ഫ്രാൻസിസ് അസീസിയാണ് ഉണ്ടായുള്ളത്. എന്താ കാര്യം? അഭിഷേകം കിട്ടിയത് ആ മനുഷ്യനെയാണ്. ഇതിന് അന്തർധാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സാണ് വചനം. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുമ്പോഴേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മധുരോധരമായ മാനുഷിക കാര്യങ്ങളാക്കി മറ്റുള്ളവർക്ക് അപ്പീലിംഗ് ആയിട്ട് മാറ്റിയിട്ട് അപ്ഡേഷൻ നടക്കുന്ന ഒരു പ്രലോഭനമില്ലേ? മരുഭൂമി തുടങ്ങിയ പ്രലോഭനമാണല്ലോ അതിപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂസ്. അതാണ് അസിസ്യെ ജനിപ്പിച്ചത്. അതിന് താഴെ വരുമ്പോൾ എന്താണ്? സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും. അവിടെ വരെയാണ് ഫ്രാൻസിസിനെ അസീസിയെ അഭിഷേകം ചെയ്തത്. ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ, അതിന് 16, 25 മത്തായിയുടെ സുവിശേഷം, ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും. അതുകൊണ്ടാണ് മിഷൻ അദ്ദേഹം സുൽത്താൻ്റെ അടുത്ത് പോയി സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷ ശുശ്രൂഷകരെ മോസ്കിലുള്ള സഹോദരങ്ങളോട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു വിട്ട്. അതാണ് ഫ്രാൻസിസ്. ഈ വചനത്തിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ താഴെയുണ്ട്, ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ. ആ മോസ്കിലേക്ക് പറഞ്ഞു വിട്ട് 5 പേരുടെ ജീവനും പോയി. അവർക്കാർക്കും അഭിമാനവും കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചുള്ള സന്തോഷമാണുള്ളത്. ഫ്രാൻസിസിൻ്റെ ഈ വശങ്ങളൊന്നും ആരും ഡിസ്കസ് ചെയ്യണില്ല. ഫ്രാൻസിസ് മുയലിനെ സ്നേഹിച്ച്, ഫ്രാൻസിസ് മരങ്ങളെ നാണം കെട്ട വ്യാഖ്യാനമാണ് ഈ കാര്യങ്ങൾ വരുന്നത്. ആത്മാവിനെ വെറുതെ സഭയുടെ ചൈതന്യം പോയതല്ലേ, പ്രയോട്ടിക്ക് വന്ന മിസ്റ്റേക്കാണ്. ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി രണ്ടാമത്തെ ക്രിസ്തു ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വലിയ മണ്ടത്തരാണ്. കാര്യത്തിൽ ക്രിസ്തുവിനെ ന്യൂനീകരിക്കാൻ പറ്റുമോ? മനുഷ്യന്മാർക്ക് ക്രിസ്തുവിൻ്റെ പേരിട്ട് രണ്ടാമത്തെ ക്രിസ്തുവാണ്, മൂന്നാമത്തെ ക്രിസ്തുവാണ്. ചില ഫേസ്ബുക്ക് പേജ് ഞാൻ കണ്ടായിരുന്നു. അതായത് രണ്ടാമത്തെ ക്രിസ്തു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ക്രിസ്തുവിന് സാധ്യതയുണ്ട്, അത് നിനക്ക് ട്രൈ ചെയ്യാമെന്ന്. കൊള്ളാം, നല്ല പരിപാടിയായി. ക്രിസ്തുവിനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് ആക്കിക്കളയും.
നമുക്ക് ആർക്കും ക്രിസ്തുവാകാൻ പറ്റത്തില്ലേ? അത് വേറെ ലെവലാണ്. നമുക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങൾ വേണ്ട. രണ്ടാമത്തെ ക്രിസ്തുവിലെ ഒറ്റ ക്രിസ്തുവുള്ള ലോകത്ത്. പക്ഷേ ഫ്രാൻസിസിൻ്റെ മിഷൻ ശരിക്കും നമ്മൾ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞു ലോകം. പിശാചി എന്താ ഈ മനുഷ്യൻ്റെ പ്രകൃതി സ്നേഹം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ആത്മാക്കളുടെ വീണ്ടെടുക്കാൻ വേണ്ടി സുൽത്താനോട് സുവിശേഷം പറഞ്ഞത് ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. മോസ്കിൽ പോയി ആ മനുഷ്യൻ 5 കപ്പിച്ച വൈദികരാണ് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി മോസ്കിൽ പോയത്. അതിൻ്റെ 5 പേരെ കൊന്നു കളഞ്ഞു. ഒരു പ്രശ്നവുമില്ല. അപ്പോഴും കർത്താവെന്ന പേര് നമ്മൾ പറഞ്ഞില്ലേ, അത് മതി. ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുള്ള ആത്മാക്കളുടെ വീണ്ടെടുപ്പിൻ്റെ സുവിശേഷം മറച്ചു വെച്ചുകൊണ്ട് മരങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും പൂക്കളുടെ സ്നേഹത്തെക്കുറിച്ചും പാമ്പുകളെ സ്നേഹിച്ച് ചെന്നായ്ക്കളെ സ്നേഹിച്ച് മണ്ണാനും കട്ട വാങ്ങാത്തടി ഈ സാധനമൊക്കെ പറഞ്ഞ് പരത്തി ഫ്രാൻസിസിനെ അൺമിഷൻ ചെയ്ത് കളഞ്ഞു. ഇത് സാത്താൻ ചെയ്ത പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തീഷ്ണമതിയായ ഒരു മിഷണറിയുടെ മിഷൻ ചൈതന്യത്തെ മറച്ച് കളഞ്ഞിട്ട് മരങ്ങളുടെ പ്രേമമായിട്ട് കുറച്ച് കളഞ്ഞ സാധനം. അത് കാരണം എന്ത് പറ്റി? പ്രകൃതി സ്നേഹികളല്ല ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞ് ഇപ്പം പ്രസംഗിക്കുന്ന ബുദ്ധിസവാ. നിങ്ങളെ വരികൾക്കിടയിൽ വായിക്കുന്നില്ല. പല അണ്ണന്മാരും ക്രിസ്തുവിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് സാഹിത്യ രൂപത്തിലൊക്കെ ടി വിയൊക്കെ കുതിർന്ന് പറയുന്നില്ലേ, മൊത്തം ബുദ്ധിസവാ. ആത്മരക്ഷ അപകടം ഈ പ്രകൃതി സ്നേഹം പറഞ്ഞ് നമ്മൾ ചേക്കേറിയ സ്ഥലങ്ങളാണ്. ഇതാണ് മിഷന്റെ അപകടം എന്ന് പറയുന്നത്. വ്യാഖ്യാനിക്കപ്പെടുമ്പോഴേ ആത്മരക്ഷ മുൻനിർത്തി വ്യാഖ്യാനിക്കാതെ ദൈവിക കാര്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് മാനുഷിക കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സഭയ്ക്ക് കാലത്തെ അതിജീവിക്കാൻ പാടായിട്ട് വരും. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിന്റെ അടുത്ത വചനം എന്താണെങ്കിൽ 26 മത്തായി 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം? ഇപ്പം ലോകമെന്ന് പറയുന്നത് എന്താണ്? മാനുഷിക കാര്യം. ആത്മാവിനെ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് ദൈവിക കാര്യം. 2 കാര്യങ്ങളേ ഉള്ളൂ. ഇതിങ്ങനെ ഫോളോ ചെയ്യണേ, അന്ത്യം വരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപകനായിരിക്കേണ്ടവരാണെന്ന് അറിയില്ലേ എന്ന് ചോദിക്കുന്ന 12-ാം വയസ്സിൽ ദ മിഷൻ കോൺഷ്യസ് കർത്താവിന് രൂപപ്പെട്ട് വരികയാണ്. ആ മിഷൻ കോൺഷ്യസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇപ്പം എന്നാ ചോദിക്കണത്? ലോകം മുഴുവൻ നേടിയാലും 26 വരുമ്പോൾ 16:26 ലോകം മുഴുവൻ നേടിയാലും മത്തായിയുടെ സുവിശേഷം എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അവിടെയുണ്ട് ലോകം മുഴുവൻ നേടുക എന്നുള്ളത് മാനുഷിക കാര്യമാണ്. ലോകത്തിന് ഇമ്പമുള്ളത് സംസാരിക്കുക, മീഡിയയ്ക്ക് ഇമ്പമുള്ളത് സംസാരിക്കുക. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ തന്നെ ഒരു വശമാണ് മാധ്യമാധിപത്യം. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാത്താനിൽ നേരിട്ട് വരുന്നില്ല, പക്ഷേ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഭംഗിയായിട്ട്. സാത്താനെ മാധ്യമം കൈകാര്യം ചെയ്യണത് സാത്താനാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാലത്തും അജണ്ടകൾ തീരുമാനിക്കുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. അവസാന കാലങ്ങളിൽ ഓരോരുത്തരും ഇഷ്ടപ്പെട്ട വചനങ്ങൾ പറയുന്നവരെ ജനം വിളിച്ചു വരുത്തുമെന്ന് പറയണില്ലേ? ഇമ്പമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരെ വിളിച്ചു വരുത്തുമെന്ന്. ഇമ്പമുള്ള കാര്യങ്ങൾ, ഇമ്പമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. ആത്മാക്കൾ വീണ്ടെടുക്കുന്ന കാര്യം ഇമ്പമില്ലാത്ത കാര്യമാണ്, അത് വിട്ടുകളയെന്നാണ് പറയണത്. സഭ തന്നെ, സഭാകൂട്ടങ്ങൾ തന്നെ ഇമ്പമുള്ള കാര്യങ്ങൾ പറയുന്നവരെ വിളിച്ചു വരുത്തുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്താ പറയണത്? ലോകം മുഴുവൻ നേടിയാലും അവിടെ എഴുതി കാണിക്കുന്നുണ്ട് 2 തിമോത്തി 4:3 ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ബ്യൂട്ടിഫുൾ. അതാണ് സാധനം. പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, ഉത്തമമായ പ്രബോധനത്താൽ. എന്നിട്ട് പിന്നെ താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? അതായത് ശുശ്രൂഷയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ
അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൊണ്ട് വരുമെന്ന്. അതാണ് സംഭവം. ഈ അഭിരുചികളെ അമൂല് കുര്യൻ ചേട്ടനില്ലേ ഒരിക്കൽ പറഞ്ഞായിരുന്നു, എനിക്ക് വേണമെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് ഐ ക്യാൻ ചേഞ്ച് ദ ടേസ്റ്റ് ഓഫ് ദി കൺട്രി എന്ന്. ഇന്ത്യയുടെ രുചികളെ മാറ്റാൻ പറ്റുമെന്ന്. ഇതുപോലെ തന്നെയാണ് അഭിരുചികളെ, മനുഷ്യൻ്റെ അഭിരുചികളെ അതൊരു അജണ്ടയാണ്. അത് നിശ്ചയിക്കുന്നത് ആരാണ്? മാധ്യമങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ അഭിരുചികരമായ കാര്യങ്ങളെ വളരെ PR വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് സിൻഡിക്കേറ്റ് പോലെ വ്യവസ്ഥാപിതമായിട്ട് ശാസ്ത്രീയമായിട്ട് സംഘടിതമായിട്ട് സമൂഹത്തിൽ അവതരിപ്പിച്ച് കഴിയുമ്പോൾ ജനം അതിൻ്റെ പിന്നാലെ പായും. ഇപ്പം നമ്മൾ വെള്ളിമുങ്ങൊക്കെ സംഭവിച്ച പോലെ. വെള്ളിമുങ്ങ എന്ന് പറഞ്ഞാൽ ചുങ്ങ ഒരു കണ്ടാൽ പഠിക്കുന്ന സാധനമാണ്. എൻ്റെ തൈക്കടുത്തിരിപ്പള്ളി 2 ഇരിപ്പുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിലെ മാധ്യമങ്ങളിലൂടെ ഇതൊരു ഭയങ്കര ഭാഗ്യപക്ഷിയാണെന്നുള്ള സാധനം അച്ഛൻ്റെ കയറ്റി വിട്ടു. എൻ്റെ അമ്മേ, അവസാനം വന്നപ്പോൾ 10 ലക്ഷം രൂപയായി ഒരു വെള്ളിമുങ്ങയ്ക്ക്. ഇത് കള്ളത്തരമാണ്, ഇത് സ്റ്റണ്ടാണെന്ന് പിന്നീട് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പം വെള്ളിമുങ്ങയെ കാണാൻ കൂടിയില്ല, ആർക്കും വേണ്ട. പണ്ട് കള്ളക്കടത്ത് നടത്തുമായിരുന്നു, ഇപ്പം സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ പോലെ കള്ളക്കടത്ത് നടത്തുന്ന സാധനമാണ് വെള്ളിമുങ്ങ. ദാറ്റ് മീൻസ് ഒരു സാധനത്തിന് മൂല്യം, ആഡഡ് വാല്യൂ ബൈ മിസ് പ്രൊപ്പഗാൻഡ. ഇതാണ് അഭിരുചി. അതാണ് പൗലോസ് പറയണത്, ജനങ്ങൾക്ക് അഭിരുചിയുള്ള കാര്യങ്ങളെന്ന്. അഭിരുചി നിശ്ചയിക്കുന്നത് ആരാണ്? ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് വ്യവസ്ഥാപിതമായ സംഘടിതമായ ശ്രമം ഉണ്ടെങ്കിൽ പുതിയ അഭിരുചികൾ ഉണ്ടാക്കാൻ പറ്റും എന്തിൻ്റെ മേലും. ഇതാണ് മാനുഷികമായ കാര്യങ്ങളെന്ന് പറയണത്, ദൈവിക കാര്യങ്ങളല്ല. അപ്പം അഭിരുചിയുടെ പുറകെ ജനങ്ങൾ എങ്ങനെ ഇഴച്ചു പോകും. അപ്പോഴും ലോകം മുഴുവൻ നേടും. നടത്തല മീശ പറഞ്ഞില്ലല്ലോ. പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? വാട്ട് യൂസ് എന്നല്ല ചോദിച്ചത്. ആ ചോദ്യം 10,000 പേര് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇഗ്നേഷ്യസ് ലയോള വായിച്ചപ്പോഴേ ഒരു സഭയുണ്ടായി, ഈശോ സഭ. അദ്ദേഹത്തിൻ്റെ 7 പേരിൽ ഒരാൾ ഫ്രാൻസിസ് വന്നപ്പോൾ ഇവിടെയും ഒരു സഭയുണ്ടായി കേരളത്തിലെ. ഒറ്റ മനുഷ്യരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അസിസ്റ്റൻ്റ് അച്ഛനോട് പറഞ്ഞേ, ഒരു മിഷണറി പരിപാടിക്കും പോകണ്ട, നല്ലൊരു പട്ടാളക്കാരൻ നോക്കിയിട്ടൊരു വെട്ട് വെച്ച് കൊടുത്താൽ മതിയെന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മര്യാദക്കൊരു വെട്ടിയ ആ കന്യാസ്ത്രീ വെട്ടുകൊണ്ട് ഈ മനുഷ്യൻ ഇഗ്നേഷ്യസ് ആശുപത്രി കിടക്കുമ്പോൾ ആ കന്യാസ്ത്രീ 3 പ്രാവശ്യം കൊണ്ട് വചനം കൊടുത്ത് 3 പ്രാവശ്യം എറിഞ്ഞു. 4ാമത്തെ പ്രാവശ്യം എടുത്ത് വായിച്ചപ്പോഴാണ് ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതുകൊണ്ടൊരു സഭയുണ്ടാക്കി, ഈശോ സഭ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ മക്കളെ. അതായത് പാഷൻ പ്രഡിക്ഷൻ 16-ാം അധ്യായം, അതിൻ്റെ മനുഷ്യപുത്ര ശത്രുക്കൾ ഏൽപ്പിക്കപ്പെടുകയാണ്, പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോഴേ ആ വചനത്തിന് താഴെ സാത്താൻ അതിനെ വട്ടം ചവിട്ടുമ്പോഴേ കർത്താവ് അവരെ ശാസിച്ചിട്ട് പറയും, നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവിക കാര്യങ്ങൾ എന്താണെന്ന് കർത്താവ് പഠിപ്പിക്കും. ദൈവിക കാര്യങ്ങൾ എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിചയിച്ചുകൊണ്ട് എന്നെ കുറിച്ചുപെടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരുന്നത് ഒരു ദൈവിക കാര്യം. ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രകടനം കേൾക്കുന്നത്? 2ാമത്തെ ദൈവിക കാര്യം. 2 ദൈവിക കാര്യങ്ങൾ 2 മനുഷ്യർ ഏറ്റെടുത്തപ്പോൾ 2 സഭകളുണ്ടായി. ഫ്രാൻസിസ് അസിസി ഉണ്ടായി, ഇഗ്നേഷ്യസ് ലയോള ഉണ്ടായി, ഫ്രാൻസിസ് സേവ്യർ ഉണ്ടായി. വചനത്തിൽ ഇനിയും മിഷണറിമാരെ വിളിക്കുന്നുണ്ട്. വചനം നിന്നെയും വിളിക്കുന്നുണ്ട്, എന്നെയും വിളിക്കുന്നുണ്ട്. ഏതെങ്കിലും വചനം എടുത്തിട്ടുണ്ട് കർത്താവിന് ഈ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി, ദൈവിക കാര്യങ്ങളിൽ വേർതനായിരിക്കാൻ വേണ്ടി കർത്താവ് വിളിക്കുകയാണ്. ഈ ഒക്ടോബർ മാസത്തിലെ, ഈ മിഷൻ മാസത്തിലെ പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, കർത്താവേ, ഫ്രാൻസിസ് അസിസി പോലെ, ഇഗ്നേഷ്യസ് ലയോളയെ പോലെ, കർത്താവേ, ഫ്രാൻസിസ് സേവ്യറിനെ പോലെ അങ്ങയുടെ വചനങ്ങള് കേട്ട് ആ വചനം അനുസരിച്ച് അതിലുള്ള മനുഷ്യ കാര്യങ്ങള് മാറ്റി ദൈവിക കാര്യങ്ങള് സ്വീകരിച്ച് ഈശോനാമത്തിന്റെ മഹത്വത്തിനായി ജീവിച്ച് ഈശോയുടെ നാമത്തിലെ മിഷണറിയാകാൻ ഓരോ കുടുംബങ്ങളെയും ഒരു സഭയെയും അങ്ങ് ഒരുക്കണം. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഉള്ളവരെ, നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകുർബാനയെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്.
വളരെ ഏകാഗ്രതയോടെ ജാഗ്രതയോടെ ഇരിക്കണം. അമ്മ പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്ന് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നാമത്തിൽ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. ശ്രുതികട്ടെ ശ്രുതികട ഹല്ലേലൂയ 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 അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പലതരത്തിലെ മാനസികമായി ഇടിഞ്ഞുപോയവരെ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളാൽ മനസ്സിടിഞ്ഞു പോയവരെ പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്തവരെ വചനം കേട്ടിട്ട് മടുപ്പ് തോന്നുന്നവരെ കുടുംബത്തിലെ കലഹങ്ങളാൽ പലതരത്തിലുള്ള സ്നേഹരാഹിത്യങ്ങളാൽ രോഗങ്ങളാൽ മൂലം മനസ്സിടിഞ്ഞു പോയവരെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അവരെ എല്ലാം ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. സമർപ്പണ ഗാനം ആരംഭിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ യേശുവേ